ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വിശേഷം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ നമ്മളെ ബേബീസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ മാർച്ച് 6th ആണ് കേട്ടോ നമ്മൾ സെലിബ്രേഷൻ നടത്തുന്നത്. അപ്പോൾ മാർച്ച് 9th ഒരു ബർത്ത്ഡേ വരുന്നത്. പക്ഷേ ഇക്കാക്ക് പോവേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് പെട്ടെന്ന് നടത്തുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ മോർണിംഗ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പുട്ട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര റിസ്ക് ഉണ്ടായ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുമ്പോൾ തന്നെ ഒരുപാട് സമയം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ സംഭവം ഉണ്ടാക്കിയത്. പിന്നെ അതിന് ശേഷം ബേബീസിനെ കുളിപ്പിക്കലും അവരെ ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ ഉറക്കിട്ടോ. പിന്നെ നമ്മൾ സാദാ ചോറിനുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. ബാക്കി ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് വരുത്താട്ടോ ചെയ്യുന്നത്. ബേബീസിനെ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലായിടത്തും ഒന്ന് ക്ലീനാക്കിയൊക്കെ ഇട്ടിട്ടോ. അപ്പോൾ അതിനിടയിൽ മുകളിലാണ് നമ്മളെ കേക്ക് കട്ടിങ്ങും സെലിബ്രേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അഫിയാണ്. അപ്പം ഇക്കാൻ്റെ കസിൻ്റെ വൈഫ്. അപ്പോൾ അവളതങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അവൾ ഒറ്റക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കുക എന്തൊക്കെ ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവൾ ഒറ്റക്കാണ് ബലൂണൊക്കെ വീർപ്പിച്ച് റെഡിയാക്കിയത് കേട്ടോ. അപ്പോൾ അതിനിടയിൽ നമ്മൾ ബേബീസ് എഴുന്നേറ്റോ. പിന്നെ നമ്മൾ താത്തി മക്കളൊക്കെ വന്നു. അപ്പോൾ അവർ വന്നാൽ പിന്നെ ബേബീസിൻ്റെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും. പിന്നെ അവരൊക്കെ കൂടി ബലൂൺ വീർപ്പിക്കാനൊക്കെ അവളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമോനും അതിനിടയിൽ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മൾക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടിയൊന്നും നടക്കണില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് എങ്ങനെ റെഡിയാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ താഴേന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ പായസം റെഡിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഏറെക്കുറെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ബാക്കിയുള്ള ഉമ്മാനെ ഏൽപ്പിച്ചിട്ട് ഞാനും ഇവരെ കൂടെ കൂടിയിട്ടോ. അപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ ഒന്നിങ്ങനെ വീർപ്പിച്ച് സെറ്റാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ബലൂണൊക്കെ വീർപ്പിച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതൊന്ന് എങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്ത് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് രീതിയിലൊക്കെ ആവുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനിടയിൽ ഞാൻ എൻ്റെ ബ്രദറിനെ അതേപോലെ കാക്കാൻ്റെ മോനൊക്കെ വിളിച്ചിട്ടിട്ടോ. അപ്പോൾ അവർ രണ്ടാളും നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ എൻ്റെ ബ്രദറെ എങ്ങനെയൊക്കെ വിളിച്ച് ശല്യം ചെയ്ത് അവരെ എത്തിയിട്ടോ. കാക്കാൻ്റെ മോനും വന്നു. അപ്പോൾ ഇതാണ് നമ്മൾ കുറേയൊക്കെ സെറ്റ് ചെയ്തു. ലാസ്റ്റ് ഫൈനലായിട്ട് ഇതാണ്. അപ്പോൾ ഈ കുഞ്ഞുട്ടിയാക്ക് ഇവിടെ ഇല്ലേന് കേട്ടോ, പുറത്ത് പോയതാണ്. അപ്പോൾ കുഞ്ഞുട്ടിയാക്ക് വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഞങ്ങൾ ട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതും സെറ്റ് ചെയ്ത് ഇന്നൊരു ചെറിയ LED ഒക്കെ കൊടുത്തു. പിന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ നമ്മളിങ്ങനെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കുഞ്ഞു ഐഡിയ വെച്ച് ചെയ്തത്. ഹലോ അല്ല പറഞ്ഞ. അപ്പോൾ ഇന്ന് നമ്മളെ ബേബീസിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുഞ്ഞ് സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ സെറ്റാക്കിയതൊക്കെ നമ്മൾ കാണിച്ചു തന്നല്ലോ. അപ്പോൾ ഇപ്പോഴാട്ടോ നമുക്കൊന്ന് ശരിക്കൊന്ന് ഇൻട്രോ എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതാണ് ഞങ്ങളെ കോസ്റ്റ്യൂമൊക്കെ കേട്ടോ. കുഞ്ഞിടേക്കല്ല ജുബയിലൊക്കെ ഇറങ്ങിക്കണം. ബേബീസിൻ്റെ ഇതാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം കേട്ടോ. വേറെ പിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും. അപ്പം ഇൻഷാ അല്ലാഹ് നമ്മൾ ചെറിയൊരു സെലിബ്രേഷൻ്റെ അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും കമൻ്റൊക്കെ ചെയ്യല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കണത് അല്ല നമ്മൾ അസിമോളതായാലൊന്നും നമ്മൾ അങ്ങനെ നടത്തിയിട്ടില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സെലിബ്രേഷനൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പൊ അസിമോക്കൊക്കെ ഭയങ്കര ആഗ്രഹം കേക്ക് മുറിക്കാനും. അസിമോളെ കോസ്റ്റ്യൂമൊക്കെ വാ ഇത് അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണട്ടോ.
കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഫുഡിൻ്റെ ഐറ്റംസൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് ബർത്ത്ഡേൻ്റെ ഇത്രയും ക്ലിപ്സൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി നമ്മൾ അൺബോക്സിങ് വീഡിയോ ഒക്കെ അന്ന് നമ്മൾ ഉമ്മയും പിന്നെ വലുത്താത്തൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ അൺബോക്സിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അൺബോക്സിങ് വീഡിയോ വേറെ ആയിട്ട് തന്നെ വിടട്ടോ, അല്ലാണ്ട് ഇതിൽ കിട്ടാൻ ഭയങ്കര ലാഗായി പോകില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ, അസ്സലാമു അലൈക്കും.